السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ വേദിയിലെ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സദസ്സിലെ സഹോദരന്മാരെ, സഹോദരികളെ, ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഉറച്ച ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി അതാണ്. ആവശ്യമായ കൂടിയാലോചനകൾ നടത്തും, സാധ്യതകൾ പരിശോധിക്കും, അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ വിലയിരുത്തും. അങ്ങനെ പൂർണ്ണമായ ഒരു ചിന്തയും പഠനവും അതിൻ്റെ ഒരു ആവിഷ്കാരവും നടത്തിയ ശേഷം ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കും. നമ്മുടെ ജാമിയൽ ഹിന്ദ് ഉണ്ടായത് അങ്ങനെയാണ്, നമ്മുടെ പ്രസ്ഥാനം ഉണ്ടായത് അങ്ങനെയാണ്. അതുപോലെ എല്ലാ സംരംഭങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് അവൻ്റെ പൂർണ്ണമായ കൃപാ കടാക്ഷം കൊണ്ട് ഉയർന്നു വന്നതാണ്. നമ്മൾ അധ്വാനിക്കുന്നു, പക്ഷേ അതിൻ്റെ തസ്ഹീൽ, അത് എളുപ്പമാക്കുന്ന കാര്യം പടച്ചവൻ ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് ഒരു ദാറുൽ ഹദീസ് ഇന്നിവിടെ നിലവിൽ വരുന്നത്. ഹദീസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും നെറ്റി ചുളിയുകയാണ്. പലവിധത്തിലുള്ള ബാഹ്യ ശക്തികളുടെ ഇടപെടലുകളും അതുപോലെ തന്നെ സമൂഹത്തിലെ പല രൂപത്തിലുള്ള ആശയവ്യതിയാനം സംഭവിച്ച ആളുകളുടെ ഇടപെടലും നിമിത്തം ശോഭ കുറഞ്ഞു വരുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ഇന്നത് പ്രവർത്തിച്ചു, അദ്ദേഹം പഠിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികൾക്ക് അതിന് വലിയൊരു സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ്. എന്നാൽ ഒരു പരിധിയോളം ചിലർക്കെങ്കിലും വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീസ് ആവശ്യമില്ല എന്ന ഒരു ദുഷ്പ്രചാര വേല നടക്കുകയും അതിന് ചില ആളുകളെ വാടകയ്ക്കെടുക്കുകയും, എന്നാൽ ആ വിശുദ്ധ ഖുർആൻ്റെ തന്നെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ എല്ലാം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ദുആത്ത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ദാറുൽ ഹദീസ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ഹദീസിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിക്കുകയും അതിന് പൂർണ്ണമായ പരിശോധനകൾ നടക്കുകയും, അങ്ങനെ എവിടുന്ന് ചോദിച്ചാലും ഒരു ഹദീസിനെ കുറിച്ച്, ഒരു മസ്അലയെക്കുറിച്ച്, ഒരു മതപരമായ കാര്യങ്ങളെക്കുറിച്ച് എവിടുന്ന് ഏത് സന്ദർഭത്തിൽ ചോദിച്ചാലും ഉത്തരം പറയാൻ സാധിക്കുന്ന പ്രാപ്തിയുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതാണ് ഈ ദാറുൽ ഹദീസിൻ്റെ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞതാണെങ്കിലും ആശയം അള്ളാഹു വഹയായി അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും അതുപോലെയുള്ള മറ്റൊരു വഹയും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ഹദീസാണ്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ്റെ തിബിയാനായി, അതിൻ്റെ വ്യാഖ്യാനമായി, അതിൻ്റെ വിശദീകരണമായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ചില വിഷയങ്ങൾ നമ്മൾ ഖുർആനിൽ അതിൻ്റെ വിശദാംശങ്ങൾ തിരഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. മൊത്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ അത് പ്രവാചകൻ്റെ വചനങ്ങളിലാണുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസ് പഠിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മതം പൂർത്തിയാവുകയില്ല.
വിശുദ്ധ ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസ് രണ്ടാം പ്രമാണം എന്ന് പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെയൊന്നുമില്ല. വിശുദ്ധ ഖുർആനും തിരു ഹദീസും ഒക്കെ അള്ളാഹിൻ്റെ പ്രമാണങ്ങളാണ്. 1, 2 എന്നില്ല, ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നതാണ്. ഒന്ന് പരസ്പര പൂരകങ്ങളാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റിയെടുക്കാൻ കഴിയാത്തതാണ്. പരസ്പരം അഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസും. അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാൻ ഹദീസ് വേണം. ഹദീസിൻ്റെ വിശദാംശങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കണ്ണും കാതും നമ്മുടെ ഹൃദയവും തുറന്നു വെച്ച് ഈ സ്ഥാപനത്തെ നമ്മൾ പിന്തുണക്കണം. അത് വളരണം. ഫൈസൽ മൗലവി അതിൻ്റെ ബലാരിഷ്ടതകളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത്. ഇല്ല, നമ്മുടെ നാട്ടിൽ ധാരാളമായി സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട്, അവർക്ക് ദീനീബോധമുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒത്തുപിടിച്ച് ഈ സ്ഥാപനത്തെയും അതിൻ്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങളെയും പിന്തുണക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ജാമിയൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് കുട്ടികളവിടെ പഠിക്കുന്നു. എന്താണ് ഇതിന് മൂലധനം? ഒന്നുമില്ല, ഒരു മൂലധനവുമില്ല. നമ്മുടെ ദീനീ സ്നേഹികളായ ആളുകൾ അവർ തന്ന് സ്വരൂപിച്ച് എല്ലാ കൊല്ലവും നമ്മൾ സംഭരിക്കുന്ന ഒരു തുക കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. ധാരാളക്കണക്കിന് അധ്യാപകരും കുട്ടികളും സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥാപനം അത് നടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടൊന്ന് മാത്രമാണ്. അതുപോലെയുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങളുടെ നിയ്യത്തുദ്ദേശമുണ്ടെങ്കിൽ, നാം ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് പടച്ചവനിൽ തവക്കൽ ചെയ്ത് നീങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ഒരു കാലം കൊണ്ട് തന്നെ നമ്മുടെ ദാറുൽ ഹദീസ് വളരെ നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ചില ആളുകൾ അവിടെയും ഇവിടെയുമൊക്കെ ചില അപശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു. ഇൽമില്ല, പഠനമില്ല, പ്രസംഗമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളുടെ വിജ്ഞാനത്തെയും അവരുടെ അറിവിലുള്ള ആഴത്തെയും സംബന്ധിച്ച് പരിശോധിച്ചാൽ അത് ആ മീറ്ററിൻ്റെ ഏറ്റവും താഴെയായിരിക്കും. പക്ഷേ അവരാണ് വലിയ വലിയ വിഷയങ്ങൾ, മസലങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കടുത്ത വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘടന വേണ്ട എന്ന് പറയുന്നത്, സഹോദരന്മാരെ, സംഘം ചേർന്നുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. സംഘമാണ് ഇതെല്ലാം വിജയിപ്പിക്കുന്നത്. എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു ജമാഅത്തായി പരസ്പര കൂടിയാലോചനയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നു. വേറെ ഒരു ഭൗതികമായ ലക്ഷ്യവും ഈ സംഘടനയ്ക്കില്ല, ഒരു ലക്ഷ്യവുമില്ല, ഭൗതികമായ ഒരു താല്പര്യവുമില്ല. ഞങ്ങളാരും ഇപ്പോൾ നിലമ്പൂർ അങ്ങാടി പോയിട്ടില്ല. പല ആളുകളും ഇപ്പം നിലമ്പൂരാണ്, പക്ഷെ ഞങ്ങളൊന്നും നിലമ്പൂർ പോയിട്ടില്ല. നമുക്ക് നിലമ്പൂർ പോകാനല്ല പണി. അള്ളാഹുവിൻ്റെ ദീന് ഈ സ്ഥലത്ത് അത് വിജയിപ്പിക്കുവാൻ ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി അതിനനുസരിച്ചുള്ള ആളുകളുടെ സഹായങ്ങൾ തേടി അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ അത് വിജയിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് സംഘടന വേണം, സംഘം വേണം, കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ആ സംരംഭങ്ങളാണ് വിജയിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദീർഘമായ ഒരു സംസാരം നടത്തുകയല്ല. നമ്മൾ എല്ലാ നിലക്കും ഈ സ്ഥാപനങ്ങളെ പിന്തുണക്കണം. 3 സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുന്നു. അതിൽ ദാറുൽ ഹദീസ് എന്തുകൊണ്ടും നമുക്ക് ഉപകാരപ്പെട്ട ഒരു സ്ഥാപനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എല്ലാ വിധത്തിലും അത് സ്ഥാപിതമായി, അത് വളർന്ന് അതിൻ്റെ കാലിൽ നിന്ന് നമ്മുടെ നാട്ടിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഉമ്മത്തിനും നമ്മുടെ ദീനിനും പ്രയോജനപ്രദമായ നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ സാധിക്കുന്ന സ്ഥാപനമായി അത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാറുൽ ഹദീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.